അപ്പൊ വീണ്ടും നമ്മളൊരു മസ്കറ്റ് ബ്ലോഗ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി പറഞ്ഞാല് ഒമാനിലെ ഏറ്റവും വലിയ പള്ളി സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. ഇന്ന് അതാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അതെ, സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. അപ്പൊ ഏതായാലും നമ്മളവിടെ നിന്ന് ഒരു 20 മിനിറ്റിന്റെ യാത്ര ഉള്ളൂ. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? 20 കിലോമീറ്റർ അല്ലേ? 20-25 കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബാക്കി അവിടെ പോയിട്ട് നോക്കാം. അപ്പം ഫൈനലി നമ്മളെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ മസ്കറ്റിലെ ഗാല എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഈ സുൽത്താൻ കാബൂസ് മോസ്ക് ഉള്ളത്. പിന്നെ ഈ മോസ്കിനെ കുറിച്ച് പറയുമ്പം ഒമാനിലെ തന്നെ ഏറ്റവും വലിയ മോസ്കാണ്, പള്ളിയാണ്. പിന്നെ ഈ പള്ളിയുടെ പേര് സുൽത്താൻ കാബൂസ് എന്ന് പറയാൻ കാരണം നമ്മളെ മരിച്ചുപോയ നമ്മളൊരു സുൽത്താൻ കാബൂസ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പള്ളി നിൽക്കുന്നത്. ഇതേപോലെ പല സ്ഥലങ്ങളിലായിട്ട് മൂപ്പര് പേരിൽ തന്നെ പള്ളികളുണ്ട്. സുൽത്താൻ കാബൂസ് മോസ്ക്, സോഹാർ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ പള്ളി ഒമാനിൽ തന്നെ. സുൽത്താൻ കാബൂസിന്റെ പേരിലുള്ള ഗ്രാൻഡ് മോസ്ക് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്ന സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്, സുൽത്താൻ കാബൂസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പള്ളി അറിയപ്പെടുന്നതും. ഇവിടെ 49 വർഷം ഭരിച്ച സുൽത്താനാണ്. സുൽത്താൻ പറയുന്നത് 49 വർഷം കൊണ്ട് ഭരിച്ചത്. അദ്ദേഹം 49 വർഷം കൊണ്ടാണ് ഈ ഒമാൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ഡെവലപ്ഡ് ആക്കി എടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള സ്വദേശികളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ശ്രീ സുൽത്താനെ കുറിച്ച് അവർക്ക് ഭയങ്കര മതിപ്പാണ്. അപ്പൊ ഈ പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് സുൽത്താൻ കാബൂസിന്റെ സമയത്താണ്. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മിക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹമാണ് പറഞ്ഞത് എന്റെ രാജ്യത്തിനൊരു ഗ്രാൻഡ് മോസ്ക് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ച് അദ്ദേഹമാണ് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത്. അപ്പം ഈ പള്ളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സുൽത്താൻ കാബൂസ് സുൽത്താനെ പറ്റി എന്തായാലും സംസാരിക്കണം. അപ്പൊ സുൽത്താനെ പറ്റി പറയാന് അഫ്സൽ പറഞ്ഞത് എന്താണ് സുൽത്താൻ, എന്തായിരുന്നു സുൽത്താൻ എന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ പള്ളിയുടെ ചരിത്രമല്ല, നമുക്ക് പള്ളിയുടെ ചരിത്രം പറഞ്ഞു വരുന്നുണ്ട്. സുൽത്താൻ കാബൂസ് ആരായിരുന്നു, എന്തായിരുന്നു, അതിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോ സുൽത്താൻ കാബൂസ് പറയുന്നത് 49 വർഷം ഒമാൻ ഭരിച്ച ഭരണാധികാരി. ഇപ്പൊ നമ്മൾ ഇസ്ലാമിൽ നമ്മൾ പറയാലോ ഖലീഫ ഉമർ എന്ന് പറയാലോ, അതേപോലെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയാണ് മൂപ്പര്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഇവിടെയുള്ള ആളുകളോട് ഒമാനികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇപ്പൊ നമ്മള് ഖലീഫ ഉമർ എന്നതിന്റെ ചരിത്രം എങ്ങനെയായിരുന്നു. അദ്ദേഹം എന്ന് വെച്ചാല് വേഷം മാറിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇതിനൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. അങ്ങനെ 1991 ഈ ഒരു പള്ളി അവിടെ പണിയാന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, പ്ലാനിങ് വരുന്നത്. 94 എന്തോ ആണ് ഈ പള്ളി പണിയാൻ തുടങ്ങിയത്. ശേഷം 6 വർഷത്തിലേറെ സമയം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത്. ശേഷം 2001 മെയ് 4 ഈ പള്ളി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഇതാണ് പള്ളിയുടെ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ ഇറങ്ങിയിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ പള്ളിയാണ്. ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ്. പിന്നെ റൈറ്റ് സൈഡിലൊരു മിനാരമുണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു മിനാരമുണ്ട്, പിന്നെ ഇവിടെ ഒരു കുബ്ബ ഉണ്ട്. ഇതാണ് പള്ളിയുടെ ഹൈലൈറ്റ്. നമ്മൾ രാത്രിയൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ പള്ളിയെ ഇത്രയും മനോഹരമാക്കി കാണിക്കുന്നത് ഈ ഒരു മിനാരങ്ങളാണ്. അപ്പം എന്തായാലും ഇതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അകത്ത് കയറിയിട്ട് നോക്കാം. ഗൈസ് അപ്പൊ നമ്മള് പള്ളിയിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ ഒരു എൻട്രൻസ്. കയറി കഴിഞ്ഞാലുള്ളൊരു സ്ഥലമാണിത്. പിന്നെ നമ്മൾ ഈ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. അതായത് കവാടം പോലെ 3 ഫ്രെയിംസ് ആണ് ഈ പള്ളിക്കുള്ളത്. അതാണ് ഇപ്പൊ നിങ്ങൾ വിഷ്വൽസിൽ കാണുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ വലുപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം അത് ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കവാടങ്ങളുടെ മുകളിലെല്ലാം ഖുർആനിലെ പല വാചകങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. കവാടത്തിൽ മാത്രമല്ല, ഈ ബിൽഡിങ്സിന്റെ
പല സൈഡിലായിട്ട് ഇതുപോലെ ഖുർആന്റെ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ അകത്താണ്. അപ്പൊ ഈ ഒരു ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരുമായിട്ട് ഇതിന് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. കാരണം 3 ലക്ഷം ടൺ ഇന്ത്യൻ സാൻഡ് സ്റ്റോൺ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മോസ്ക് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം ഈ ഒരു സ്ട്രക്ചറും ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ, ഈ ഒരു വാളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മാർബിൾ ആണെന്നുള്ളത്. പക്ഷെ ഇത് മാർബിൾ അല്ല, ഇത് ഇന്ത്യൻ സാൻഡ് സ്റ്റോൺ വെച്ചാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 ലക്ഷം ടൺ. അത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായി എത്രത്തോളം ഉണ്ടായ ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പം അത്രയും സാൻഡ് സ്റ്റോൺ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പള്ളി, ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഗായ്സ്, ഈ ഒരു പള്ളി ഫുള്ളി CCTV സർവൈലൻസിലാണ് ഫുൾ ടൈം. അത് മാത്രമല്ല, ഈ പള്ളിയിൽ ഒരൊറ്റ സമയം 20,000 പേർക്ക് നിസ്കരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉണ്ട് ഈ പള്ളിക്ക്. പിന്നെ അതേപോലെ നമ്മളെ സുൽത്താൻ ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ പെരുന്നാള്, അതേപോലെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ചില ഫ്രൈഡേകളിൽ വരെ ആൾ ഇവിടെ വന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ് ഈ പള്ളിയിൽ ഒളു എടുക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ഈ സൈഡിലും. അതായത് നമ്മളെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു നോർമൽ പള്ളിയുടെ സൈസാണ് ഇവിടെ ഒളു എടുക്കാനുള്ള സ്ഥലത്തിന്റെ സൈസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു പള്ളി എത്രത്തോളം വലുതാണ്, ഇതിന്റെ സൈസ് എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും മഗ്‌രിബിന്റെ സമയമായി, ഇരുട്ടായി തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പം അകത്തെ വിഷ്വൽസ്, നിസ്കരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഭയങ്കര വലിയ ലൈറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കാണിക്കാൻ പറ്റുമോ, അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ എന്തായാലും കാണിക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, സമാധാനവും പീസൊക്കെയാണ് ഇവിടെ വന്നു കഴിയുമ്പോ അല്ലെ. ഇവിടെ നിക്കാന്ന് പറയുന്നത് ഭയങ്കര പീസ് ഓഫ് മൈൻഡ്. അതെ, ഭയങ്കര സമാധാനം. നമ്മൾ ഈ സിറ്റികളിൽ നിന്നൊക്കെ വന്ന്, ഇത് കുറച്ച് ഉള്ളിലാണ് ഈ പള്ളി നിൽക്കുന്നത് തന്നെ. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും വാഹനത്തിന്റെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് വരില്ല. ഭയങ്കര കാമാണ് ഇവിടെ. പിന്നെ സമാധാനം. حي على الصلاة حي على الفلاح യെസ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി. നമ്മൾ ഈ പള്ളി നമ്മൾ ഡേ ടൈമിൽ കാണുമ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് രാത്രിയിലും. അപ്പം ഇതിന്റെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണ് അഫ്സൽ ഇനി പരിപാടി? പുറത്ത് പോവാണോ, ഇറങ്ങാണോ, അതോ നമുക്ക് ഇനി ഇറങ്ങല്ലേ?
ഭയങ്കര അല്ലേ ഉം. നല്ല സമാധാനം കേട്ടോ അവിടെ അല്ലേ അതെ. ഭയങ്കര കാമാണ് അവിടെ സൗണ്ടുകളും വേറെ എന്താ പറയാ അരോചകമായിട്ടുള്ള ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അവിടെ അതെ. അല്ലേ അപ്പം എന്തായാലും ഇത്ര ഉള്ളൂ ഇന്ന് നമ്മുടെ ഗ്രാൻഡ് മോസ്കിന്റെ വീഡിയോ.